ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമാണ് പലർക്കുള്ള ഡൗട്ട്. കാരണം ചെടി മുരടിച്ചിട്ട് തന്നെ നിൽക്കുന്ന കാര്യമായിട്ടില്ല എന്നുള്ളത് സംഭവം ഇതാണ്. നമ്മളിപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ അടിവളങ്ങൾ കൊടുത്താൽ ഈ ചെടികൾക്ക് സ്പോട്ടിൽ തന്നെ ആ വളങ്ങൾ കിട്ടൂല. കാരണം ചെടികൾക്ക് ഡെയിലി പോഷകങ്ങൾ കിട്ടും. നമ്മളെ മനുഷ്യന് ഭക്ഷണം വെള്ളമൊക്കെ കിട്ടുന്ന പോലെ തന്നെ ചെടികൾക്കും അത് ഡെയിലി കിട്ടും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ്. കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അധികം ആൾക്കാർ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, വെച്ചാൽ ചെടി നടുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ചെടി നട്ടു 1 മാസമായി, ചെടിക്ക് വളർച്ചയെല്ലാം മുരടിച്ച് നിൽക്കുകയാണ്. ചെടികൾ ഇപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ചെടികൾ നോർമലി വളർച്ചയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ചെടി ഇപ്പോൾ ചൂടുകാലത്ത് നമ്മൾ ചെടികൾ വാങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നതും ചെടി മാറ്റി നടാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗൊക്കെ അത്യാവശ്യം വേര് തെങ്ങിയിട്ടൊക്കെ ആണ് നിൽക്കുന്ന ചെറിയ ഗ്രോ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ മണ്ണിൽ നടുന്നവരുണ്ട്, ഗ്രോ ബാഗ് പോട്ടിൽ നടുന്നവരുണ്ട്. അപ്പോൾ ഈ വളങ്ങൾ കൊടുക്കുന്നതൊക്കെ രണ്ടിനും 2 രീതിയിലൊക്കെ ആവും. ഇപ്പോൾ മണ്ണിൽ നമ്മൾ നടാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 2-2 ഒരു കുഴിയെങ്കിലും നമ്മൾ എടുക്കണം. 2-2 കുഴി എടുത്തിട്ട് അതിന് ആ മണ്ണ് ആദ്യം നമ്മളൊന്ന് കുമ്മായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ കുഴി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ, അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം, അത്യാവശ്യം ഈർപ്പൊക്കെ നിലനിൽക്കുന്ന വെച്ചാൽ പാറ പോലത്തെ സ്ഥലങ്ങളിലൊന്നും കഴിയുന്നതും ഫ്രൂട്ട് പ്ലാന്റ് കുഴിച്ചിടാതിരിക്കുക. കാരണം ആദ്യ ഘട്ടങ്ങളിൽ അത് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ചെടി നട്ട ഉടനെ തന്നെ ചെടികൾ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. കാരണം ചെടിക്ക് യാതൊരുവിധ പോഷകമോ വെള്ളമോ കിട്ടാതെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ നടുമ്പോൾ ആദ്യം സ്ഥലം കൂടി നമ്മൾ നോക്കണം കേട്ടോ. അത്യാവശ്യം വെയിലും അത്യാവശ്യം അതായത് ചില ഫ്രൂട്ട് പ്ലാന്റ് ചിലതിന് ഓവറായിട്ട് വെയിൽ കിട്ടേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ കുഴി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തും കുഴിക്കാതിരിക്കുക. 2-2 കുഴി എടുത്തിട്ട് ആദ്യം നമ്മൾ ആ കുഴി എടുത്ത മണ്ണിൽ നമ്മളൊന്ന് കുമ്മായിട്ടിട്ട് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കുമ്മായ എത്ര ഇടണമെന്നൊക്കെ പലരും ചോദിക്കുക. അപ്പോൾ ആ മണ്ണിലേക്ക് ഒരു 200 ഗ്രാം കുമ്മായൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് നനച്ചിട്ട് ആ കുഴിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കരിയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി ഡെയിലി നനച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 15 ദിവസം 10 മുതൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അതൊന്നെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, പച്ചിലകളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടാവില്ല, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ മറ്റൊന്ന് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വളത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ല, നമ്മളെ പച്ചിലകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു വളത്തെ കുറിച്ച്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്തും പറമ്പിലുള്ള പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കുണ്ടിലിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെടി നടാം. ഓക്കെ. അപ്പോൾ ഇനി പോട്ടിലേക്ക് നമ്മൾ മാറുകയെന്നുണ്ടെങ്കിൽ, പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ആദ്യം നമ്മളൊരു മണ്ണെടുക്കുക. അപ്പോൾ ഞാനൊരു അളവ് പറഞ്ഞുതരാം. ഒരു 3 ചട്ടി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് ആദ്യം നമ്മളൊന്ന് കുമ്മായിട്ടിട്ട് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. ഒരു തണലുള്ള സ്ഥലത്ത് ഒന്നെങ്കിലും നനഞ്ഞ ചാക്കോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയൊക്കെ വിരിച്ചിട്ട് അതിൽ മണ്ണ് കുമ്മായിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ നനച്ച് കൊടുക്കുക. ഓവറായിട്ട് നനയ്ക്കാനല്ല, ഒരു ഈർപ്പം നിലനിൽക്കണം അതിൽ. അങ്ങനെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ പോട്ടിലോ ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ അയച്ചാൽ മണ്ണ് ഉറയ്ക്കാതിരിക്കാനും വേരുകൾ നല്ല രീതിയിൽ വളർച്ചയിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിലേക്ക് എയർ സർക്കുലേഷൻ നടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കമ്പോസ്റ്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഇടേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ 3 ചട്ടി മണ്ണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ചട്ടി വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉമിയാണെന്നുണ്ടെങ്കിൽ ഉമിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളക്കടയിൽ നിന്ന് നമുക്ക് പെർലൈറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ പെർലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കിലോ പെർലൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് വളങ്ങളാകുമ്പോൾ നമ്മളിപ്പോൾ ചാണകപ്പൊടി നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ചാണകപ്പൊടി, നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചാണകപ്പൊടി എന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നൈട്രജൻ അടങ്ങിയ വളം ഏത് നമുക്ക് കൊടുക്കും. അപ്പോൾ പച്ചിലകൾ കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇന്ന തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തൊട്ടതായിട്ട് ഫോസ്ഫറസ്, വേര് വളർച്ചയൊക്കെ കിട്ടുക ഫോസ്ഫറസ്, അതേപോലെ പൊട്ടാസ്യം അത്യാവശ്യത്തിന് കിട്ടുന്നത്. ഈ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ മറ്റ് സെക്കൻഡറി എലമെന്റ്സ് സൂക്ഷ്മമൂലങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിന് കിട്ടും. അപ്പോൾ ചെടികൾക്ക് ഉടനെ തന്നെ എല്ലാം കൂടി ഒപ്പരം കിട്ടാനല്ല, ഇത് സ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇപ്പോൾ 3 ചട്ടി മണ്ണാന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു 3/4 ചട്ടിൻ്റെ അടുത്തൊക്കെ നമുക്ക് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ചട്ടിൻ്റെ അടുത്ത് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി നമ്മൾ കുറച്ച് കൊണ്ടുവരട്ടെ. കാരണം നമ്മൾ ചെടി നടുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. പലരും ചെയ്യുന്നതാണ് ഒരുപാട് വളം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെടിക്ക് അവിടെ സ്ട്രെസ്സാണ് വരുള്ളൂ. അപ്പോൾ അമിതമായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട. സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ചെടി നടുമ്പോൾ ചെറിയ അളവിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ചാണകപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3/4 ചട്ടിയോളം ഇടാം. ഇനി അതിൻ്റെ കൂടെ മറ്റു വളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകപ്പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതേപോലെ ചാണകപ്പൊടിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കടലപ്പിണ്ണാക്ക് പൊടിച്ചതോ ഇനി വേപ്പിപ്പിണ്ണാക്ക് പൊടിച്ചതോ അതേപോലെ എല്ലുപൊടിയോ ഒക്കെ നമുക്ക് ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മീലായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ. ലെതർ മീല്, സൂപ്പർ മീല്, മൾട്ടി മീല് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് മീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല രീതിയിലുള്ള മീലുകളും വളക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈ 3 ചട്ടി മണ്ണിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കിലോൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കിയത്. പോട്ട് മിക്സ് റെഡി ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചെടി മാറ്റി നടുന്ന ടൈമിൽ ലേശം വാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാമ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വാമ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ്. ഞാൻ അതിൻ്റെ മുന്നേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വളമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കാരണം ചെടികൾ ആദ്യഘട്ട വളർച്ചയ്ക്കും വേര് വളർച്ചയ്ക്കും അതേപോലെ വളങ്ങൾ കറക്റ്റ് വലിച്ചെടുക്കാനൊക്കെ ഈ ബാക്ടീരിയ നല്ല രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ ചാണകപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മറ്റേ ട്രൈക്കോഡർമ വെച്ചിട്ട് കൾച്ചർ ചെയ്തതൊക്കെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോട്ട് മിക്സ് റെഡിയാക്കി നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ പോട്ടിലൊക്കെ ആണ് നട്ട് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇപ്പോൾ ഈ ചൂടത്തൊക്കെ നല്ല രീതിയിൽ വെയിലത്ത് കൊണ്ടുവെക്കാതിരിക്കുക. ഒന്ന് സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. ഒരു 2 ആഴ്ചയൊക്കെ നമ്മൾ സൈഡിൽ മാറ്റിയിട്ട് നല്ല കറക്റ്റായിട്ട് മണ്ണിൽ ഈർപ്പം നല്ല നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ വെള്ളം കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഏകദേശം ഉഷാറായി വരും. ഉഷാറായി വന്നതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി നടാം. അപ്പോൾ ഇതാണ് ചെടി നടുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നതും ചൂട് കാലത്ത് മാറ്റി നടാതിരിക്കാം. നമുക്ക് ആ ഗ്രോ ബാഗിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മെയ് ലാസ്റ്റ് വരെ നിലനിർത്തുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമാണ് പലർക്കുള്ള ഡൗട്ട്. കാരണം ചെടി മുരടിച്ചിട്ട് തന്നെ നിൽക്കുന്ന കാര്യമായിട്ടില്ല എന്നുള്ളത് സംഭവം ഇതാണ്. നമ്മളിപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ അടിവളങ്ങൾ കൊടുത്താൽ ഈ ചെടികൾക്ക് സ്പോട്ടിൽ തന്നെ ആ വളങ്ങൾ കിട്ടൂല. കാരണം ചെടികൾക്ക് ഡെയിലി പോഷകങ്ങൾ കിട്ടും. നമ്മളെ മനുഷ്യന് ഭക്ഷണം വെള്ളമൊക്കെ കിട്ടണ പോലെ തന്നെ ചെടികൾക്കും അത് ഡെയിലി കിട്ടണം. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വളം ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അതിൻ്റെ ഡെഫിഷ്യൻസി ചെടിക്ക് വരാതിരിക്കാൻ ആ ടൈമിൽ കൂടുതൽ ഊർജ്ജം ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫോളിയാർ വഴി നമുക്ക് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ NPK 19 എന്ന് പറഞ്ഞ വളം ഉണ്ടല്ലോ. അതൊരു 2 ഗ്രാം കൂടുതൽ അളവൊന്നും എടുക്കട്ടെ. 2 ഗ്രാമിന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെ എടുക്കണം എന്നുള്ളത്. നമ്മൾ ചെറിയ ഐസ്ക്രീമിൻ്റെ ഒക്കെ സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണൊന്ന് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 2 ഗ്രാമാണ് ഏകദേശം. നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട കേട്ടോ. അപ്പോൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു അളവാണ് കേട്ടോ പറഞ്ഞത്. എന്നിട്ട് അത് ഇലകളിൽ ജസ്റ്റ് ഫൈൻ സ്പ്രേ ആയിട്ട് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഒരു 7 മണിയോ ഒരു 7 മണിൻ്റെ മുന്നായിട്ട് ഇലകളിൽ നമുക്കൊരു 5 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ചെടി മാറ്റി നട്ട ഒരു ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ 3 ദിവസത്തെ ഗ്യാപ്പിലാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അളവ് ലേശം ഒന്നും കൂടി കുറച്ചാൽ മതി. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് ആ കിട്ടേണ്ട മൂലകങ്ങൾ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ തന്നെ ഈ അടിയിലുള്ള ജൈവവളങ്ങൾ ഏകദേശം റെഡി ആവും ചെയ്യും. അപ്പോൾ ചെടി ഉഷാറായിട്ട് പൊന്തി വന്നോളും. ഇനി മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ആ ഒരു ടൈമിൽ കൂടുതൽ കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ടൈമിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ വാങ്ങിയതുണ്ട്, ഫോളിയാർ വഴി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഗ്രാമൊക്കെ എടുത്തിട്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ആ ആദ്യഘട്ടങ്ങളിൽ നിർബന്ധമല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിലൂടെയൊക്കെ സൂക്ഷ്മമൂലകങ്ങൾ ചെറിയ തോതിൽ ചെടികൾക്ക് കിട്ടും. പിന്നെ സൂക്ഷ്മമൂലകങ്ങളെ കുറവ് കൂടുതലായിട്ട് ചെടി കാണിക്കാൻ എന്ന് പറഞ്ഞാൽ കായ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിലും കായ്ച്ച് നിൽക്കുന്ന ഒരു ടെൻഡൻസിയിലും ഒക്കെ ആണ്. അപ്പോൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഗ്രാം എടുത്ത് 10 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു 2 മാസം വരെ നമ്മൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഫോളിയാർ നമ്മൾ കൊടുത്തു പോകേണ്ടത്. ഈ 2 മാസം കഴിഞ്ഞപ്പോൾ പോട്ടിലോ ഡ്രമ്മിൽ നട്ട് വെക്കാന്നുണ്ടെങ്കിൽ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞ് 2-ാം മാസത്തിലേക്ക് കിടക്കുന്ന ടൈമിൽ നമ്മൾ വീണ്ടും ലേശം കുമ്മായം കലക്കിയ വെള്ളം അല്ലെങ്കിൽ കുമ്മായം ഇട്ടിട്ടോ ഡോളാമേറ്റ് ഇട്ടിട്ടോ മണ്ണൊന്നും കൂടി ഒന്ന് ട്രീറ്റ് ചെയ്യുക. കാരണം നമ്മൾ പോട്ടിലും ഡ്രമ്മിലും വെച്ച ചെടികളൊക്കെ പെട്ടെന്ന് അസിഡിക് ആവും. അപ്പോൾ ഈ അസിഡിക് ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ചെടി മുരടിച്ച് നിൽക്കാമെന്ന് പലരും പറയും. അതിതാണ് കാരണം. മണ്ണ് അസിഡിക് ആകുമ്പോൾ പോട്ടിലും ഡ്രമ്മിലും നട്ടാച്ചാൽ പെട്ടെന്ന് അസിഡിക് ആവും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 45 ദിവസം കഴിഞ്ഞാൽ ഒരു 2 മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് കുമ്മായിട്ടോ ഡോളാമേറ്റ് ഇട്ടോ നമ്മളൊന്ന് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഖരാവസ്ഥയിലുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ വീട്ടിൽ ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അയച്ചൊരു 4-5 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഡെയിലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. പക്ഷേ ഡെയിലി കൊടുക്കുമ്പോൾ വെച്ചാൽ നമ്മളൊരു 10 ലിറ്റർ വെള്ളത്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കപ്പ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളത്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ജൈവ സ്ലറി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 7 ലിറ്റർ വെള്ളമെങ്കിലും മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ.
കഞ്ഞിവെള്ളം ആകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ജൈവ സ്ലറികൾ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഈക്വൽ ലെവൽ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഒരു ലെവലിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ നല്ല രീതിയിൽ വളർച്ചയിലെത്തുന്നതാണ് കേട്ടോ. പിന്നെ ചെടികൾ വളർച്ചയിൽ എത്തുന്ന ടൈമിലാണ് പുതിയ ശിഖരം വരുമ്പോഴാണ് ഈ കുമിൾ രോഗം, ഫംഗൽ ഇൻഫെക്ഷന്, അതേപോലെ കീടശല്യമൊക്കെ കൂടുതലായിട്ട് വരിക. അപ്പോൾ ചിലർ പറയും ചെടി നട്ട് തളിര് വരുള്ളൂ, അപ്പോൾ തളിര് വരുമ്പോഴത്തേനും മുരടിച്ച് നിന്നിട്ടാണ് തളിര് വരുന്നത് ഇതൊക്കെ. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മുൻകരുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാലാണ് അതിന് കറക്റ്റായിട്ട് നമുക്ക് ഗുണം കിട്ടുള്ളൂ. അല്ല വന്ന് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തലപ്രാന്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ സ്യൂഡോമോണസ് ഒക്കെ നമ്മളെ കൈമേലുണ്ട് എന്ന് പറഞ്ഞാൽ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ഒരു ജൈവ ബാക്ടീരിയ ആണ് കേട്ടോ. അത് യാതൊരുവിധ കുഴപ്പവും കേടൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് നമ്മളൊരു പാക്കറ്റ് വാങ്ങും. അപ്പോൾ പൗഡർ ആണെങ്കിൽ പാക്കറ്റ് വാങ്ങും, അല്ലെങ്കിൽ ബോട്ടിൽ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാലാവധി എക്സ്പയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പൗഡർ ആണെങ്കിൽ ഒരു 20 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക, ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ തെളി എടുക്കുക. തെളി എടുത്തിട്ട് വൈകുന്നേരങ്ങൾ അത് ചിലർ നമ്മളെ സൂര്യൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളിത് ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും മണ്ണിലൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചെടിയിൽ ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ നമ്മളെ മണ്ണിലോ ചെടിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ തളിര് വരുമ്പോൾ അതിന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇത് നശിപ്പിക്കും. സൂഡോമോണസ് നശിപ്പിക്കുക. നമ്മൾ രാസമല്ല ജൈവമാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോകാമെന്നാൽ നമ്മൾ ചെടി തളിരില വരുമ്പോൾ തന്നെ അത് മുരടിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ രോഗം വന്നിട്ടോ നശിക്കാതിരിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ കീടശല്യങ്ങൾ വരുമല്ലോ. അയച്ചാൽ ഇലമുറിയം വണ്ടിൻ്റെ ആക്രമണം, അതേപോലെ പുയ്ശല്യം. ഈ തളിരില വരുമ്പോൾ തന്നെ പലരും പറഞ്ഞു പുയ് എന്തോ കടിച്ച് തിന്ന് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും വേപ്പണ മിശ്രിതം വെറുതെ വേസ്റ്റാണ്, അത് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗുണമില്ലാതെ. വേപ്പണ മിശ്രിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായ ലെവലിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ഇത് കീടങ്ങളെ കൊല്ലാനുള്ളതല്ല, കീടങ്ങൾ വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി നമ്മൾ ചെയ്തു പോകുമ്പോഴേ ആ ചെടിയിലേക്ക് കീടങ്ങൾ വരാതിരിക്കുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ ഒരു 20 ml വേപ്പെണ്ണ എടുക്കുക. ഇപ്പോൾ അസാഡ്രാറ്റിന് അടങ്ങിയ വേപ്പെണ്ണ എന്നുണ്ടെങ്കിൽ 5 ml എടുത്താൽ മതി കേട്ടോ. അത് മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്താൽ മതി. ഇനി എല്ലാം നമ്മൾ സാധാ വേപ്പെണ്ണ എന്നുണ്ടെങ്കിൽ 20 ml എടുക്കുക. അതേപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 20 ഗ്രാം വെളുത്തുള്ളി ചതച്ച നീര് കൊടുക്കുക. ഇനി ഒരു ലേശം ലിക്വിഡ് സോപ്പ്, അത് ഇനി ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തൊക്കെ, അതുപോലെ മണ്ണിൽ ആ തൊട്ട് മേലെ മണ്ണിലും തൊട്ടടുത്ത് ചെടികളൊക്കെ ഉണ്ട്, പുല്ല് അങ്ങനെ അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തും അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം എന്താ അറിയും, ഇവിടെ നമ്മൾ സ്പ്രേ ചെയ്താൽ ഈ സ്മെല്ലുകൊണ്ട് ചെടിയിലേക്ക് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കീടങ്ങൾ വരില്ല. പക്ഷെ തൊട്ടടുത്ത് അടിക്കാടിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ കീടങ്ങളോ അതിൻ്റെ ലാർവകളോ ഉണ്ടാവും. അപ്പോൾ അവിടം കൂടി തുരത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെടിയിൽ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. പലരും പറയുന്നതാണ് ഞാനിത് നിങ്ങൾ പറഞ്ഞ പോലെ 3 ദിവസം സ്പ്രേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനൊന്ന് വിട്ട് നിന്നാൽ അത് വീണ്ടും വരുന്നു. അത് ഇതാണ് കാരണം. നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോൾ ചെടി വെച്ചതിൻ്റെ തൊട്ടടുത്ത് അടിക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലും അവിടെ മണ്ണിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ലാർവകളോ അല്ലെങ്കിൽ കീടങ്ങളോ ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അവിടും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ വലിങ്ങനെ കീടശല്യം വരില്ല. ഇപ്പോൾ 100% വരില്ല എന്നല്ല കേട്ടോ, അബദ്ധവശാൽ ചിലപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം നമ്മൾ ബുവേറിയെ അല്ലെങ്കിൽ വെട്രിസീലിയോ അങ്ങനെയൊക്കെ ജൈവ രൂപത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളൊരു ആദ്യഘട്ടങ്ങളിൽ ചെടി ഇങ്ങനെ ഒരു പരിചരണ രീതി ഞാൻ എല്ലാം ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഇനി പൂക്കാനും കായ്ക്കാനാവുന്ന ഒരു സ്റ്റേജിലൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്ന വളത്തിൻ്റെ റേഷ്യോ ഒക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. അത് ഇപ്പോൾ പൂക്കാനുള്ള ഒരു സ്റ്റേജൊക്കെ ആവുന്ന ടൈമിൽ നമ്മളിപ്പോൾ ജൈവ രൂപത്തിലാണെങ്കിലും ഇപ്പോൾ രാസരൂപത്തിൽ നമ്മൾ ഫോസ്ഫറസ് കൂടുതൽ അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ടൈമിൽ നമ്മൾ നൈട്രജൻ ലേശം കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ പൊട്ടാസ്യം ഫോസ്ഫറസിൻ്റെ തൊട്ട് താഴെ വരുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി അങ്ങനെയൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ലേശം കുറയ്ക്കുക. അതിന് പകരമായിട്ട് നമ്മൾ എല്ലുപൊടിയോ അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റോ ഒക്കെ ലേശം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. തൊട്ട് താഴെ തന്നെ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ ചാരം കമ്പോസ്റ്റോ അല്ലെങ്കിൽ കോഴിവളം കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇലകളിലാണ് ആ ഒരു ടൈമിൽ സ്പ്രേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് DAP വളമൊക്കെ ഉണ്ടല്ലോ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, അത് നാനോ DAP ഒക്കെ നമുക്ക് കിട്ടും ഫോളിയറായിട്ട് കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കാം. ഇനി എല്ലാം തന്നെ NPK വളത്തിൽ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യം വരുന്ന രൂപത്തിൽ റേഷ്യോയിലുള്ള ഒരുപാട് വളങ്ങളുണ്ട്, പല റേഷ്യോയിലുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങി നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. ഇനി പൂത്ത് കഴിഞ്ഞ് കായ് ആവുന്ന ടൈമിൽ നമ്മൾ ആ വളം കൊടുക്കുന്നതിൽ നമ്മൾ പ്രധാന വളങ്ങൾ കൊടുക്കുന്നതിൽ റേഷ്യോയിലൊന്ന് മാറ്റി കൊടുക്കാം. ആ ഒരു ടൈമിൽ പൊട്ടാസ്യമാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ SOP വളം ആ ഒരു ടൈമിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ ടൈമിലൊന്നും നമ്മൾ DAP കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഫോസ്ഫറസിൻ്റെ ആവശ്യം ആ ടൈമിൽ കൂടുതലായിട്ട് ആവശ്യമില്ല. മണ്ണിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കോഴിവളം കമ്പോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചാരം കമ്പോസ്റ്റ് ചെയ്ത് എല്ലാം തന്നെ വളക്കടയിൽ നമുക്ക് ബയോ പൊട്ടാഷ് ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. കാരണം എന്താ, മണ്ണിലൊക്കെ നമ്മൾ മുൻകൂട്ടി കൊടുത്താലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ കായ് ആയി നിൽക്കുന്ന ടൈമിൽ നമ്മൾ പോയിട്ട് ഇത് ചാരം കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാണോന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും.
അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളിയർ ആയിട്ട് തന്നെ ഇതേപോലെ SOP അങ്ങനെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക്കായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി നമ്മൾ വീട്ടിൽ വെച്ചാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കൃഷി ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ മണ്ണിൽ നടന്നാണ് നല്ല വെയിൽ തട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അതിനൊരു ഷെയ്ഡായിട്ട് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. കാരണം ഒരു ചെടി നട്ട ഉടനെ തന്നെ ആ ചെടിക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടുമ്പോൾ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ആ ചെടി ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വെച്ച് കൊടുക്കുക. അതേപോലെ താഴത്ത് നമ്മളെ മണ്ണിലും ചെടീൻ്റെ തണ്ടും മണ്ണും മുട്ടുന്ന ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പൊതൊക്കെ ഇട്ട് കൊടുക്കുക. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്